എന്നാ പിന്നെ എനിക്ക് തോന്നിയതാവും. ആ ശരിയാ, ഈ നാത്തൂനല്ലെങ്കിലും ഈയിടെയായിട്ട് വല്ലാത്തൊരു തോന്നലുണ്ട്. ആ തോന്നലൊക്കെ സത്യമാവാതിരിക്കാൻ എന്റെ നാത്തൂന് നന്നായി പ്രാർത്ഥിച്ചു. എന്നെ എന്താ കുത്തി കുത്തി സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് നാത്തൂന് എനിക്ക്. ഓ അങ്ങനെ തോന്നിയോ? സാരില്ല നാത്തൂനെ, നിനക്ക് കുറച്ച് കഴിയുമ്പോഴേ എല്ലാം അങ്ങ് ശീലായിക്കോളും. എന്റെ ഒരവസ്ഥ ദേ വീണ്ടും. ഞാൻ നിർത്തി. ഇനി ഞാൻ എന്റെ വായിന്ന് കമാന്ന് അക്ഷരം മിണ്ടത്തേയില്ല. ഓഹോ അപ്പടിയാ. നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. കുൽസു ടീച്ചറെ, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചേക്കണേ. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇച്ചെന്റെ കാല് വെട്ടായിട്ട് വെച്ച ടീച്ചറെ, അല്ലെങ്കിൽ ഞാനിപ്പോ അതിന് ഓടിച്ചാടി നടക്കൂലേ? ഏതൊരു ശീലമാക്കണ്ട ടീച്ചറെ. പിന്നെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി എല്ലാവരോടുമായി പറയാനുണ്ട്. എന്താന്ന് വെച്ചാല്, ഈ പരിപാടിയുടെ വിജയിക്ക് സമ്മാനം നൽകുന്നത് നമ്മുടെ അമേരിക്കയിൽ നിന്ന് വന്ന ജെനിഫറാണ്. അവരാണ് വിജയിയെ പ്രഖ്യാപിക്കുന്നതും. എല്ലാവർക്കും സന്തോഷമായില്ലേ? മുത്തച്ചേച്ചിയുടെ ജെനിഫറുമായി എന്തായാലും ഫസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് തന്നെ തരും, അതുറപ്പാ. ആദ്യമായി പേര് വിളിക്കുന്ന കുട്ടികൾ ഇവിടെ ലൈനിൽ വന്ന് നിൽക്കേണ്ടതാണ്. അപ്പു ടീച്ചർ, ഞാനാ അപ്പു. അപ്പു റെഡിയായോ? ആയി ടീച്ചർ. ഇനി അടുത്തതായി പൊടിമോൾ. ടീച്ചർ, ഞാനും റെഡി. അടുത്തതായി പാത്തു. ഞാനും റെഡിയായി ടീച്ചർ. അപ്പു, പൊടിമോൾ, പാത്തു. ഈ 3 പേര് കൂടിയാണ് നമ്മുടെ ആദ്യത്തെ മത്സരം. ആദ്യത്തെ മത്സരം തന്നെ നിങ്ങൾ കാലക്കട്ടല്ലേ? വാചകമടി പ്രവൃത്തിയിലും കാണിക്കണേ. ഈ ഭദ്രകാളി ടീച്ചർ എന്നായി സ്കൂളിൽ നിന്നൊന്ന് പോകുന്നത്? ഒരു മണ്ണായിട്ടയുടെ ശബ്ദമുണ്ട് അതിന്. നാത്തൂനെ, നീ വീണ്ടും. അതല്ല നാത്തൂനെ, അത് കാണുന്ന അലർന്ന് കണ്ടോ? ഒരു ടീച്ചറാണത്ര ടീച്ചർ. ടീച്ചറാണെങ്കിൽ കുറച്ച് അച്ചടക്കമൊക്കെ വേണ്ടേ? ഇത് കണ്ടിട്ടില്ലേ കുട്ടികളൊക്കെ പഠിക്കണത്? നാത്തൂനെ വേണ്ട വേണ്ട. അല്ല നാത്തൂനെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. നീ ഇപ്പൊ നാത്തൂനത് കേൾക്കണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കണ്ട. അല്ലെങ്കിലും എന്റെ നാത്തൂന് ഈ ഭൂമി മലയാളത്തിൽ ആരെയാ ഇഷ്ടമുള്ളത്? എനിക്ക് എന്റെ നാത്തൂനെ ഇഷ്ടല്ലേ? അതെന്താ നാത്തൂനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കറിയാം എന്റെ നാത്തൂന് എന്നെ നല്ല ഇഷ്ടമുണ്ടെന്ന്. ഈ പിശാചിന് എപ്പോ നോക്കിയാലും എന്നോട് തർക്കുത്തരം പറയുക തന്നെയാ ജോലി. നാത്തൂന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. എന്നെ കണ്ട അങ്ങനെ തോന്നോ നാത്തൂനെ? അങ്ങനെ തന്നെ തോന്നുള്ളൂ, വേറൊന്നും തോന്നത്തില്ല. ഈ നാത്തൂന്റെ ഒരു തമാശ കേട്ടോ നാത്തൂനെ? കഴിഞ്ഞ
നല്ലത്. അല്ലെങ്കിൽ മുന്നിൽ എന്നെ കണ്ടാൽ ടീച്ചർ ആദ്യം എന്നെ വിളിച്ചാലോ? സുൽഫിക്കറേ, ഹോ തുടങ്ങി വിളി. കേക്കാത്ത പോലെ നിൽക്കാം, അതപ്പം നല്ലത്. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ കുട്ടികളെ, ഓടിക്കോ. കണ്ടില്ലേ നാത്തൂനെ? എന്ത് കണ്ടില്ലെന്നാ? ആ ടീച്ചറുടെ കോമാളിത്തരം കണ്ടില്ലേ നാത്തൂനെ നീ? അതെങ്ങനെ കോമാളിത്തരാകും നാത്തൂനെ? പിന്നെ ടീച്ചറായി കുറച്ച് അടുക്കൊതുക്കൊക്കെ വേണ്ടേ? ഇതെന്താ ഒരുമാതിരി പന്ത് എത്തിവിട്ട പോലെ? നാത്തൂനെ, അത് നിങ്ങള് മഞ്ഞപ്പിത്തം പിടിച്ച് കണ്ണുകൊണ്ട് എല്ലാവരും നോക്കിയാല് എല്ലാവരും മഞ്ഞയായിട്ട് തോന്നുള്ളൂ. ഹോ, ഞാനൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങോട്ട് തിരികെ എടുത്തു. വേണ്ട വേണ്ട, നീ തിരികെ എടുക്കൊന്നും വേണ്ട. പിന്നെ ടീച്ചർ തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ച കുട്ടികളെ എന്തൊക്കെ കാട്ടിക്കൂട്ടും? അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ടീച്ചറായിരിക്കണം നമ്മുടെ കുട്ടികൾക്ക്. അപ്പോഴേ അവർക്കും കളിക്കാനൊരു ഉത്സാഹമൊക്കെ ഉണ്ടാവൂ. ഈ ടീച്ചറാണ് ആ കുട്ടികൾക്ക് മാതൃക. ഓ പിന്നെ ഓടും ചാടും ചെയ്യുന്ന ടീച്ചറല്ലേ ഇപ്പൊ കുട്ടികൾക്ക് മാതൃക. നാത്തും പിന്നെ എന്ത് പറഞ്ഞാലും എനിക്കിട്ട് എതിരല്ലേ, അതുകൊണ്ട് അതൊക്കെ അങ്ങനെ തോന്നുന്നതാ. നാത്തൂന് എന്നെ ശരിക്കും അറിയില്ലേ? തെറ്റ് കണ്ടാ ഞാൻ എന്തായാലും അതിനെതിരെ പ്രവർത്തിക്കും. അതെ, ചെറുപ്പം തൊട്ട് എന്റെ ഒരു ശീലമാ. അതിപ്പോ ഇനി മാറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ നാത്തൂന് വേണ്ടി. നാത്തൂന് ഇന്ന് അമേരിക്കയിലേക്ക് പോകുന്നത്. ഞാനോ? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ നാത്തൂന്. കുറച്ചു കാലം കഴിയട്ടെ നീ. ഓ, അപ്പൊ ഇപ്പൊ അടുത്തൊന്നും പോകുന്ന മട്ടില്ല നാത്തൂന്.